എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ആദ്യം തുടക്കത്തിൽ ഇന്നലെ രാത്രി നടന്ന ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മുടെ ധീരരായ സൈനികർ നടത്തിയ പ്രവർത്തകർക്ക് വേണ്ടി ഒരു നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജന്മഭൂമിയുടെ ബിഹാഫിലും ഇവിടെ എല്ലാവരുടെ ബിഹാഫിലും നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി ബ്രേവ് ഹാർട്സിൻ്റെ ഒരു നന്ദി ഞാൻ പറയുന്നു. ഇന്നലെ ജസ്റ്റിസ് വാസ് സെർവ്ഡ്, അതാണ് ഇന്ന് രാവിലെ ഇന്ത്യൻ ആർമീൻ്റെ ട്വിറ്റർ ഹാൻഡിൽ നിന്ന് അവർ ചെയ്തൊരു പോസ്റ്റ്. ഒരു നീതി നടപ്പിലാക്കി 22 ഏപ്രിൽ പാകിസ്ഥാനി ഭീകരവാദി 26 നിരപരാധിയായ സാധാരണക്കാരെ, സഞ്ചാരത്തിന് പോയ സാധാരണക്കാരെ കുടുംബങ്ങൾക്ക് മുമ്പ് ക്രൂരമായി കൊന്ന് അവർക്ക് ഇന്നലെ ആ 26 കുടുംബങ്ങൾക്ക് ഇന്നലെ നീതി നടപ്പിലാക്കി നരേന്ദ്രമോദിജി ഇന്ത്യൻ മിലിറ്ററി. അപ്പോൾ അവർക്ക് നമ്മുടെ ഏറ്റവും വലിയ സല്യൂട്ടും റെസ്പെക്ട്സും. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ജന്മഭൂമിൻ്റെ 50th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ അഭിമാനമായ ജന്മഭൂമി, ഈ നാട്ടിൽ, നമ്മുടെ ഇന്ത്യ മൊത്തം, കേരളത്തിൽ ഇൻ പർട്ടിക്കുലർ, സ്വന്തം ആദർശങ്ങളിൽ ഉറച്ചു നിന്ന് കൊണ്ട് ഒരു പത്രത്തിന് 50 വർഷം കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് തന്നെ ഒരു വലിയൊരു കാര്യം, ഒരു മേജർ ഇവന്റ്. അതുകൊണ്ട് ജന്മഭൂമിൻ്റെ ഫൗണ്ടേഴ്സിനും ഈ 50 കൊല്ലം ജന്മഭൂമിയിൽ അധ്വാനിച്ച് പേപ്പറിനെ വളർത്തിയ എല്ലാവർക്കും എൻ്റെ ഏറ്റവും ആശംസകൾ, അഭിനന്ദനങ്ങൾ ആൻഡ് എൻ്റെ ബെസ്റ്റ് വിഷസ്. നാടിനും നാടിൻ്റെ സംസ്കാരത്തിനും വേണ്ടി ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റും ബ്രാൻഡാണ് ജന്മഭൂമി. കഴിഞ്ഞ 50 കൊല്ലം ജന്മഭൂമിയെ സംബന്ധിച്ച് വെല്ലുവിളികളെ വിജയകരമായ തരണം ചെയ്ത ഒരു ഹിസ്റ്ററിയാണ് ജന്മഭൂമിൻ്റെ. എമർജൻസി കാലത്തിൽ ദേശീയ പ്രസ്ഥാനങ്ങളിലൊപ്പം നിൽക്കാൻ കേരളത്തിൽ ഒരു പത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായിരുന്നു ജന്മഭൂമി. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ജന്മഭൂമിയെ അടച്ചുപൂട്ടാനും പ്രത്താപിപരെ അറസ്റ്റ് ചെയ്യാനുമുള്ള ധിക്കാരമെന്ന ഭരണങ്ങൾ കാട്ടിയത്. ഏറ്റവും അഡ്വേഴ്സിറ്റീസിൽ ജനിച്ച് എക്സ്പാൻഡ് ചെയ്ത ഒരു ബ്രാൻഡാണ് ജന്മഭൂമി. ഇത് എല്ലാവരും ഇന്നത്തെ കാലത്ത് അത് കുറച്ചൊരു മെമ്മറീസ് ഫേഡ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ഫിനോമിന ഉണ്ട്, അത് മറക്കാൻ പാടില്ല. അന്ന് PVK നെടുങ്ങാടിയെന്ന് പത്രാധിപരും U ദത്താത്രേയ റാവു എന്ന അമരക്കാരനും മുന്നിൽ നിന്ന് ജന്മഭൂമിയുടെ പോരാട്ടം നയിച്ചത്. അവരാണ് ഈ ബ്രാൻഡിനെ, ആ ബ്രാൻഡിൻ്റെ DNA, ആ ബ്രാൻഡിൻ്റെ ഒരു ക്യാരക്ടർ കോഴിക്കോട് നിന്ന് ആ ഒരു എഡിഷൻ ആയിട്ട് തുടങ്ങിയ ഈ പത്രം ഇന്ന് 50 കൊല്ലം കൊണ്ട് 9 എഡിഷനുകളിലെത്തി വളർച്ച, ഒരു 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 കുതിച്ചു ചാട്ടം ഉള്ള ഒരു വളർച്ച. ഇത് ഒരു നിസ്സാര കാര്യമല്ല. ഈ പത്രം, ജേർണലിസം, പ്രിന്റ് ബിസിനസ് ഒരു സിംഗിൾ എഡിഷനിൽ നിന്ന് 9 എഡിഷനായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ലാഭം നഷ്ടങ്ങൾ അതൊന്നും കുറിച്ച് ചിന്തിക്കാതെ ത്യാഗവും സേവനവും മുഖ്യമുദ്രയാക്കി രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയൊരു
ആശയമാണ് ജന്മഭൂമിയുടെ വളർച്ചയ്ക്ക് കാരണം. അതാണ് ജന്മഭൂമിയുടെ ബ്രാൻഡ്. ഇന്ന് ജന്മഭൂമിയുടെ ക്രെഡിബിലിറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ജന്മഭൂമിയുടെ ക്രെഡിബിലിറ്റിന്റെ കാരണം ഈ റിലൻറ്റ്ലെസ്, ലാഭവും നഷ്ടം നോക്കാണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ജേർണലിസം. 2047 ഡോക്ടർ ശ്രീ സുരേഷ് കുമാർജി അതിനെ കുറിച്ച് സംസാരിച്ച് വികസിത ഭാരതം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ ലക്ഷ്യത്തെ മുൻനിർത്തി രാജ്യം മുന്നോട്ട് കുതിച്ചു പോകുന്നു. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ കേരളം വികസിക്കണം. അത് BJP പറഞ്ഞു, നാട്ടുകാരും പറഞ്ഞു. ആ വികസിത കേരളം സൃഷ്ടിക്കാൻ ആണ് BJPയുടെ ഒരു ലക്ഷ്യം, നമ്മളെല്ലാവരുടെ ഒരു ദൗത്യം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ആശയം മുൻനിർത്തി ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ജന്മഭൂമി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന സെമിനാറുകളും ചർച്ചകളും നാടിന്റെ വികസനത്തിലേക്കുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതായി ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ട് മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. കോൺഗ്രസിന്റെയും CPMന്റെയും അഴിമതിയും പീഡന രാഷ്ട്രീയം കണ്ട് സാധാരണ ജനങ്ങൾ മടുത്തു കഴിഞ്ഞു. നാട്ടുകാരൊരു മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റം BJPക്കും നമ്മളെല്ലാവരുടെയും ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാട് ആണ് ആ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്. അത് ജനങ്ങൾക്ക് അവരെ പ്രേരിപ്പിക്കുന്നതിൽ ജന്മഭൂമിക്ക് ഒരു വലിയ പങ്ക് വഹിക്കാൻ കഴിയും. അത് ഞാൻ ജന്മഭൂമിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഈ വികസിത കേരളം എന്ന ഒരു വിഷൻ, കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ജന്മഭൂമിക്ക് ഒരു നല്ലൊരു വലിയ റോൾ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ ഒരു അഭ്യർത്ഥനയും. കഴിഞ്ഞ 75 വർഷമായി കേരളം ഭരിച്ച കോൺഗ്രസും CPMും നമ്മളെ ഒരു രീതിയിലും സഹായിച്ചിട്ടില്ല. ഇതൊരു സത്യമാണ്. നമുക്ക് മുൻപേ നടന്ന നമ്മുടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച പുണ്യാത്മകളുടെയും ത്യാഗവും ഒരുപാട് കഷ്ടപ്പാടുകളും ജന്മഭൂമിയുടെ നിലനിൽപ്പിന് പിന്നിലുണ്ട്. ഈ വരാൻ പോകുന്ന കാലത്തിൽ മീഡിയ എന്ന ഒരു സംവിധാനം, മീഡിയ മേഖല ഒരു ഡീപ് ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകുന്നു. അപ്പോൾ ജന്മഭൂമി 50 വർഷം പിന്നിടുമ്പോൾ പത്രവ്യവസായം തന്നെ മുൻപെങ്ങുമില്ലാത്ത പ്രതിസന്ധി നേരിടുന്ന കാലമാണ്. ഒരു ചേഞ്ചിന്റെ ഒരു കാലമാണ്. അത് ഡിജിറ്റലും ഓൺലൈൻ മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും എല്ലാം ചേർന്ന് വലിയ ഒരു പത്രങ്ങളോടൊപ്പം ഒരു ചാലഞ്ചിങ് ടൈമാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആരെയും പീഡിപ്പിക്കാതെ സ്വതന്ത്രമായ നിലപാടുകൾ കൈക്കൊള്ളുന്ന മീഡിയ സംസ്ഥാനം, മീഡിയ ബ്രാൻഡ് മാത്രമേ ഭാവിയിൽ സക്സസ്ഫുൾ ആവുള്ളൂ എന്ന് എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്. ധൈര്യപൂർവം നിലപാടുകൾ, ഒരു ഫിയർലെസ് ജേർണലിസം നിലപാടുകൾ എടുക്കുന്നതിലും, എടുത്ത നിലപാടുകൾ ഒരു ടോപ്പിക് എടുത്താൽ അതിൻ്റെ ഒരു നാച്ചുറൽ കൺക്ലൂഷൻ വരെ ഉറച്ചു നിൽക്കുന്നതിനുള്ള കഴിവ് ജന്മഭൂമിക്കുണ്ട്. അത് എനിക്കൊരു സംശയമില്ല. അറിവും പഠിപ്പുള്ള ഒരു ജേർണലിസ്റ്റിക് ടീമും ഉണ്ട് ജന്മഭൂമിക്ക്. നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ഒപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. BJP കേരളം ഉറപ്പ് തരുന്നു. 50 കൊല്ലം, അര നൂറ്റാണ്ട് പിന്നിടുന്ന ജന്മഭൂമിക്ക് ഞാനും എല്ലാവരും ഇവിടെ വന്ന എല്ലാ വിജയവും നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. ഭാരത് മാതാ കി.